ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നതല്ല കേട്ടോ. ഇന്നലെയാണ് ഞാൻ ഇൻട്രോ എടുത്തത്. പക്ഷെ ഇന്നലെ എനിക്ക് സംഭവം ഉണ്ടാക്കാൻ പറ്റിയില്ല. എൻ്റെ പൊന്നേ, ഒരു തരത്തിലും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു ഇന്നലെ. അപ്പൊ പിന്നെ ഞാൻ ദേഷ്യം വന്നിട്ട് ഇന്നലെ ഒരു കുന്തം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ്. ഞാൻ കുറച്ച് പീൽ ചെയ്തു കേട്ടോ. ഒരു 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇതൊരു ഇത്രയേ ഉള്ളൂ. ഇന്നലെ കറി വെക്കാൻ എടുത്തതിൻ്റെ ബാലൻസ് ഒരു ക്യാരറ്റ് ഇത്ര എടുത്തിട്ടുള്ളൂ. ഒത്തിരി ഇടുന്നില്ല കേട്ടോ. അപ്പം ഇത് വേഗം സെറ്റാക്കട്ടെ. എപ്പോഴാണ് സാറ് ഓടി വരിക എന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്കൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. പിന്നെ ആകെ തിക്കും തിരക്കും ബഹളമായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇത് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് നേരെ പീൽ ചെയ്യുന്നു. എന്നിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം, പുഴുങ്ങിയെടുക്കാം. അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ പുഴുങ്ങാനിടാം. എന്നിട്ട് ഇത് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ ഇനി ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ കണ്ടന്നുണ്ട മുറിച്ചിട്ട് വേഗം നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. വീട്ടിലായിരുന്ന സമയത്ത് പണ്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എന്തായി ഫൈനൽ റിസൾട്ട് എന്നുള്ളതൊന്നും എനിക്കത്ര ഓർമ്മയില്ല. ബോധം ഉദിച്ചിട്ട് ഇതിപ്പോൾ ഇതാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ പിന്നെ കൊളായാലും പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത എൻ്റെ ബാലൻസ് ആണ് കേട്ടോ. കടിച്ചു വെച്ചേക്കുന്നതാണെന്ന് ആരും വിചാരിക്കരുത്. രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് മതി കേട്ടോ. നമ്മൾ പൊട്ടാറ്റോയിൽ വേറെ ഉപ്പിടും. അപ്പോൾ പിന്നെ ഇതിൽ ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇവിടെ വെക്കാം. സാധാരണ എഗ് വൈറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ എഗ് യോക്കും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല കേട്ടോ എഗ് വൈറ്റ് മാത്രമാണോ എടുക്കുന്നതെന്നുള്ളത്. നമുക്കിപ്പോൾ എഗ് യോക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്നതാ. അത് ഇതിൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇതൊന്ന് അടിച്ച് ഇവിടെ സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. ബ്രെഡ് എടുത്തിട്ട് ഞാൻ മിക്സിയിലടിച്ച് പൊടിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയായി. നല്ല രസമായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത്ര നൈസായിട്ട് കിട്ടും കേട്ടെ. ഞാൻ വിചാരിച്ച് കട്ട പിടിക്കായിരിക്കുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒത്തിരി ഉണ്ട്. ഞാൻ അടിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. ഇനി കുറച്ച് ജാറിൽ ഇരിക്കൊണ്ടിട്ടു. പിന്നെ അതെ കുറച്ച് സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അത്രേ ഉള്ളൂ. നമ്മുടെ ഐറ്റം കുക്കറിൽ വെന്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെന്തിട്ടുണ്ടാവും. എയറൊക്കെ പോയിട്ടുണ്ട്. തുറന്നു നോക്കട്ടെ. വെന്തിട്ടില്ലേ? ഇത്ര 2-3-4 വിസിലടിച്ചതാ. എന്തൊക്കെ വെന്തിട്ടില്ല തോന്നുന്നുണ്ടല്ലോ. നോക്കട്ടെ. വെന്തു. ഇത് കാണുമ്പോൾ വെന്തിട്ടില്ല എന്ന് തോന്നും. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിനി ഉടച്ചെടുക്കണം. എനിക്കത് ചൂടാറാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്ഷമ തീരെയില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി തരണം. അങ്ങനെയാണ്. ഇന്നിത് ചൂടാറാനായിട്ട് വെക്കുന്നൊന്നുമില്ല. ഇതിലിട്ടിട്ട് ഈ ഫോർക്ക് വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാനും
കെട്ടിയവന് മാത്രമേ ഇതൊക്കെ കഴിക്കുള്ളൂ. അവൻ കഴിക്കലൊക്കെ കണക്കായിരിക്കും. അത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ചില വീഡിയോസൊക്കെ ഞാൻ നോക്കിട്ടോ, വീഡിയോസ് ഞാൻ നോക്കിയപ്പം ചിലവരുണ്ടാക്കുമ്പം ഈ സബോള ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ടാണ് മിക്സ് ചെയ്യണത്. ചിലവർ ഇതിൽ ഡയറക്റ്റ് ഇട്ടിട്ട് നേരെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, എനിക്കിപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ ഡയറക്റ്റ് ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അങ്ങനെ വഴറ്റിയിടേണ്ട ആവശ്യമില്ല, ഉണ്ടോ ആവോ. എന്തായാലും ഞാനത് വഴറ്റിയിട്ട് ഇടുന്നില്ല. ഞാൻ ഇതിൽ തന്നെ ഡയറക്റ്റ് ഇട്ടിട്ട് നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന പോലെ ബാക്കി ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇപ്പൊ ചേർക്കുവാണേ. കുറച്ച് മഞ്ഞപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി, കുഞ്ഞി കഴിക്കുകയാണെങ്കിൽ എരിയാതിരിക്കട്ടെ, കുറച്ച് ഇട്ടിട്ടുള്ളേ. ഇനി എന്നതാ, ഇനി കുറച്ച് ഉപ്പ്, ഞാനിത് വേവിക്കുമ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടാട്ടോ. ഞാൻ ഇട്ട് കഴിഞ്ഞാലേ പണി പാളും. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇടുന്നുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഈ ഫോർക്കിട്ട് ഇളക്കിയിട്ട് കാര്യമില്ല. ഇത് സെറ്റ് ആവണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇളക്കണം. ചൂടാറിയോ നോക്കട്ടെ. കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. ചെറിയൊരു ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓഫ്, ഇത് ഇച്ചിരി ലൂസ് പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇതിലൊരു ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇടാട്ടോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായേ. ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഈ സൺഫ്ലവർ ഓയിൽ ഞാൻ കറി വെക്കുമ്പോഴൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് മേടിച്ചപ്പോൾ ആണെങ്കിൽ ഇത് ഒത്തിരി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത്ര വാരിക്കോരി ഒഴിച്ചേക്കുന്നത്. ഇത്രയൊന്നും ഞാൻ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തൊന്നും എടുക്കില്ല കേട്ടോ. ഇതിപ്പോൾ വേറെ യൂസൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ലാവിഷാക്കി എടുത്തതാണ്. ഇതാണെങ്കിൽ ഇതിൽ ലേശം ഒരു വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി ഒരു ചെറിയൊരു ഒട്ടലുണ്ട്. അത് ഇതിലൊക്കെ മുക്കി വരുമ്പോൾ സെറ്റ് ആവുമെന്ന് തോന്നുന്നു, അറിയത്തില്ല, നോക്കാം. ഇതിങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് ക്രംസിൽ മുക്കി ഇതിലോട്ട് ഇടാല്ലേ. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ബലത്തിൽ പിടിക്കാൻ പറ്റുന്നില്ല. നല്ല നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് ഇപ്പം ഇതെന്താവും അറിയില്ലാത്തതുകൊണ്ട് ഷേപ്പിലൊന്നൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കട്ടെ. എന്തായാലും ഒന്നും കൂടി ഇതിൽ ഡിപ്പ് ചെയ്യണോ? അപ്പം കുറച്ചുകൂടി ക്രംസ് പിടിക്കത്തില്ലേ? ഒന്നുകൂടി ഡിപ്പ് ചെയ്താലോ? വേണ്ട, ഇത് മതി. ഹായ്, എന്റെ ക്രംസ് എല്ലാം ഇതിൽ കൂടെയും പോകുന്നു. പോട്ടെ, വേഗം അടുത്തടുത്തിടട്ടെ. ആദ്യം ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തിട്ടൊന്ന് പാളി കേട്ടോ. പിന്നെ സമാധാനത്തിൽ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ശരിയായി വരുന്നുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ എന്താവുമെന്ന് നോക്കാവേ. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അതിൽ ഒരെണ്ണം ഭയങ്കര വണ്ണായിപ്പോയി, ഒരെണ്ണം കുഴപ്പമില്ല. അപ്പോൾ ഒരെണ്ണത്തിന്റെ സെന്റർ ഇങ്ങനെ അത്ര അങ്ങോട്ട് കളറായി വന്നില്ല, എന്നാലും സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം അതായത് നമ്മുടെ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഉണ്ടോ, അത് ക്രിസ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ.
എന്റെ കട്ട്ലേറ്റ് ചായ കൊള്ളാലോ. കഴിച്ചു നോക്കൂ. വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. നിനക്ക് തരാമ്മ. ഞാനും കുഞ്ഞ് നേരത്തെ കഴിച്ചു. നിങ്ങളെ എണീക്കണ്ടേ ഉറങ്ങിട്ട്? രാവിലെ പോയല്ലോ. നന്നാണല്ലോ. പകുതി കഴിച്ചായിരുന്നു. സംഭവം സാധാരണ കട്ട്ലേറ്റ് എന്താ പറയാ, ഇച്ചിരി ഹാർഡ് എന്നല്ല, ഇച്ചിരി ഒരു ടൈറ്റ് ഉണ്ടാവും. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഓയിലില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലുണ്ടാവും. ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് പൊടിഞ്ഞില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവൻ കഴിച്ച പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റാ. സർട്ടിഫിക്കറ്റ് അല്ല, ഇവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇവൻ അങ്ങനെ അതും ഇതൊന്നും കഴിക്കുന്നതല്ല. ഇവൻ എന്തായാലും ഇച്ചിരി കഴിച്ചു. അപ്പൊ എനിക്ക് എ ഗ്രേഡ് കിട്ടി. വീഴും കുഞ്ഞോ. സാധാരണ കട്ട്ലേറ്റ് തിന്നുമ്പോഴുള്ള ആ ഒരു എണ്ണമയില്ല മെയിനായിട്ട്. അതാണ് മെയിനായിട്ടൊരു കട്ട്ലേറ്റ് തിന്നുമ്പോൾ നമുക്കുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ ഇങ്ങനെ കംപ്ലീറ്റ് കയ്യിലും അവിടെ വരും. നന്നായിട്ട് കേട്ടോ. ഇതിനൊക്കെ പ്രതീക്ഷയില്ല. ഇതിനൊക്കെ ഞാൻ തിന്നും. ഞാൻ അപ്പുറത്ത് നേരെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, എന്താണ് കുഞ്ഞിക്ക് കെച്ചപ്പ് കഴിക്കാനാ? കെച്ചപ്പ് കഴിച്ചാ വയറുവേദന എടുക്കും, അറിയോ? ഇതിൽ കൂടുതൽ നമുക്ക് വേറെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. കുഞ്ഞ് കഴിച്ചാ പിന്നെ ചായ ഞാൻ ടേബിൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ പറ. അതുവരേക്കും ബൈ. പോരു